പത്തനംതിട്ട കൂടലിൽ 14-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പിതാവ് രാജേഷ് കുമാറിനെതിരെ കേസെടുത്ത് പോലീസ്. പ്രതിക്കെതിരെ എഫ്ഐആറിൽ ഗുരുതര പരാമർശങ്ങളുണ്ട്. പ്രതി മുമ്പും ഭാര്യയെയും സഹോദരനെയും മർദ്ദിച്ചു എന്നും എഫ്ഐആറിൽ പറയുന്നു. വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടി? എഫ്ഐആറിന്റെ ഉള്ളടക്കം എന്താണ് ജയശങ്കർ? റിജിത്ത്, കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട കൂടലിൽ 14-കാരനെ മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെയാണ് കൂടൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിരിക്കുന്നത്. കുട്ടിയുടെ പിതാവ് രാജേഷ് കുമാറിനെതിരെയാണ് പോലീസ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത്. ഈ കുട്ടിയുടെ മർമ്മഭാഗത്തും വയറിലും ഉൾപ്പെടെ പിതാവ് മർദ്ദിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ സ്ഥിരമായൊരു മർദ്ദനം ഉണ്ടെന്നും എഫ്ഐആറിൽ ഒരു പരാമർശമുണ്ട്. അതായത് ഈ കുട്ടിയുടെ മാതാവിനെയും ഒപ്പം തന്നെ സഹോദരനെയും ഇയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മർദ്ദിച്ചു എന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഇയാൾ മദ്യപിച്ചാണോ മർദ്ദിച്ചതെന്ന തലത്തിൽ കൃത്യമായൊരു വിവരം ലഭിക്കാത്ത സാഹചര്യത്തിൽ അത് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെങ്കിൽ കൂടി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഈ ഭാരതീയ ന്യായ സംഹിത ഒപ്പം തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഇയാളെ ഇന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ക്രൂരതയാണ് അവിടെ 14 വയസ്സുകാരൻ നേരിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടതാണ്. വലിയ കുറേ നേരം ഈ 14-കാരനെ ഈ പിതാവ് മർദ്ദിക്കുന്നത് സ്ഥിരം സംഭവമെന്നാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. അങ്ങനെ ചൈൽഡ് ലൈനാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസിന് നൽകുന്ന പരാതിയിലാണ് എന്തായാലും കൂടൽ പോലീസ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത്. രജിത്ത്, ശരി. വി ജയശങ്കർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.